everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വേർബിന്റെ ഒപ്പം എപ്പോഴാണ് ing യൂസ് ചെയ്യാന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ചില സമയത്ത് കാണും വെറുതെ ഒരു വേർബ് മാത്രം എഴുതിയിട്ട് കാണും, ചില സമയത്ത് വേർബിന്റെ ഒപ്പം ing എഴുതിയിട്ട് കാണും. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ അല്ലേ എപ്പോഴൊക്കെയാണ് നമ്മൾ ing യൂസ് ചെയ്യാന്ന്. ആ ഒരു സംശയം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ തീർക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴാണ് ഒരു വേർബിന്റെ ഒപ്പം ing എഴുതുക? നമ്മൾ വേർബിന്റെ ഒപ്പം ing എഴുതുക ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് നമ്മളൊരു വേർബിൻ്റെ ഒപ്പം ing യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ ചെയ്യണം, ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ പഠിപ്പിക്കണതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ടീച്ചാണ്. അപ്പം എനിക്ക് എങ്ങനെ അത് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. ഞാൻ പറയും ഐ ആം ടീച്ചിങ് നൗ. നൗ എന്ന് എഴുതിയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ, ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുക. അപ്പം നിങ്ങൾ പലരും ഇപ്പം ഞാൻ നിങ്ങളോട് തിരിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഇപ്പം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലരും പല കാര്യങ്ങളായിരിക്കും ചെയ്യണം. ചിലവരിപ്പോൾ പാചകം ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളെങ്ങനെ പറയാം? ഐ ആം കുക്കിംഗ് നൗ. കുക്ക് ചെയ്യാം. ചിലർ വാച്ച് വീഡിയോ കാണായിരിക്കും. അപ്പം എങ്ങനെ പറയാം? ഐ ആം വാച്ചിങ് എ വീഡിയോ. ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതാണ് നമ്മൾ വാച്ചിങ് എന്ന് പറഞ്ഞത്. ചിലർ ചിലപ്പോൾ വേറെ പണിയിലായിരിക്കും, ഈ വീഡിയോ ജസ്റ്റ് കേൾക്കണുണ്ടാവുള്ളൂ. അപ്പം എങ്ങനെയാണ് നമ്മൾ പറയാ? ഐ ആം ലിസണിങ് ടു എ വീഡിയോ എന്ന് പറയും. അത് മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോണത് നമ്മൾ വേറൊരാൾ ചെയ്യണ ഒരു പ്രവൃത്തി അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളെങ്ങനെയാ പറയാം ഇംഗ്ലീഷിൽ? അതൊന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ഇവിടെ ഞാൻ പറയാൻ പോണ സെന്റൻസ് അവൾ അവളുടെ തുണികൾ കഴുകുകയാണെന്ന് പറയണം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അപ്പം നമുക്ക് പറയാൻ പറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴുകുകയാണെന്നാണ് പറയണത്, കഴുകി എന്നല്ല പറയണം. അപ്പം നമ്മളെങ്ങനെയാ? അപ്പം കഴുകണതിൻ്റെ ഇംഗ്ലീഷ് എന്താ? വാഷാണ്. അപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറയാം ഷീ ഈസ് വാഷിംഗ് ഹെർ ക്ലോത്ത്സ്. ഇവിടെ ഹെർ ക്ലോത്ത്സ് എന്ന് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവളുടെ തുണികളാണ് അവൾ കഴുകുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹെർ ക്ലോത്ത്സ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വാഷിന് നമ്മൾ വാഷിംഗ് ആക്കി, കാരണം ആ പ്രവൃത്തി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയണം അവൻ്റെ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ നമ്മൾ പറയാം? ഹീ ഈസ് വൃത്തിയാക്കാണ്, എൻ്റെ ഇംഗ്ലീഷ് എന്താ? ക്ലീൻ ആണ്. അപ്പം ഇങ്ങനെ നമുക്കത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലീൻ പ്ലസ് ing, അതായത് വേർബ് പ്ലസ് ing. അപ്പം ഇങ്ങനെ നമുക്ക് പറയാം ഹീ ഈസ് ക്ലീനിങ് ഹിസ് ഹൗസ് എന്ന് പറയാം. അവൻ്റെ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. ഇനി എനിക്ക് പറയണം നിങ്ങൾ TV കാണുകയാണ് എന്ന് പറയണം. നമ്മൾ എങ്ങനെയാ അത് പറയാ? അപ്പം നിങ്ങൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? യു ആണ്. അപ്പം യുവിൻ്റെ ഒപ്പം നമ്മൾ ആറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെ പറയാ? യു ആർ വാച്ചിങ് TV അല്ലെങ്കിൽ യു ആർ വാച്ചിങ് ടെലിവിഷൻ എന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ യു ആർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? യുവിൻ്റെ ഒപ്പം ആറാണ് യൂസ് ചെയ്യുക, പ്ലസ് വേർബ് പ്ലസ് ing ആണ് യൂസ് ചെയ്തത്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ സെൻറ്റൻസുകൾ അനുസരിച്ചിട്ട് ഈ ഒരു കാര്യം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സെൻറ്റൻസിലും എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം ആലോചിച്ച് വെക്കുക. ഇപ്പോൾ ഐ വരണേന്ന് വിചാരിക്കുക. ഐ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒപ്പം എന്താ വരേണ്ടത്? ഐ പ്ലസ് ആം പ്ലസ് വേർബ് പ്ലസ് ing. മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം കുക്ക് എന്നുള്ളൊരു വേർബ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം ഐ വെച്ചിട്ട് എനിക്ക് പറയണം ഞാൻ കുക്ക് ചെയ്യുകയാണ് എന്നിങ്ങനെ പറയാം. നമ്മൾ പറയേണ്ടത് ഐ പ്ലസ് ആം പ്ലസ് വേർബ് പ്ലസ് ing എന്ന്. അപ്പം നമ്മളിങ്ങനെ പറയാം ഐ ആം കുക്കിംഗ്. മനസ്സിലായില്ലേ? ഇനി ഹീ ഓർ ഷീ, അവൻ അല്ലെങ്കിൽ അവള് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് നമ്മളെങ്ങനെയാ പറയാ? അപ്പോൾ ഹീ ഓർ ഷീ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈസ് പ്ലസ് വേർബ് പ്ലസ് ing. അപ്പോൾ ഹീ ഓർ ഷീ, അതായത് ഇപ്പം ഹീ വെച്ചിട്ട് പറയണേന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹീ ഈസ് കുക്കിംഗ് എന്ന് പറയാൻ പറ്റും. ഇനി വി യു ദേ വെച്ചിട്ട് സെന്റൻസ് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ കുക്ക് ചെയ്യാണെന്ന് പറയാന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? വി യു ദേയുടെ ഒപ്പം വരേണ്ടത് ആർ പ്ലസ് വേർബ് പ്ലസ് ing ആണ്. അപ്പം നമ്മളിങ്ങനെ പറയാം ദേ ആർ കുക്കിംഗ് എന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എപ്പോഴാണ് നമ്മളൊരു വേർബിൻ്റെ ഒപ്പം ing യൂസ് ചെയ്യേണ്ടതെന്ന്? എന്നാൽ ചില സെൻറ്റൻസുകളിലും നമ്മൾ വേർബിൻ്റെ ഒപ്പം ing യൂസ് ചെയ്യാൻ പാടില്ല. അതെപ്പോഴൊക്കെയാണെന്ന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് അവളുടെ തുണികൾ കഴുകുകയാണ് എന്നുള്ളതിന് നമ്മൾ എന്താ പറഞ്ഞത്? ഷീ ഈസ് വാഷിംഗ് ഹെർ ക്ലോത്ത്സ് എന്ന് പറഞ്ഞു. ഇനി ഇതേ സെൻറ്റൻസ് ഞാൻ പറയാണ് അവൾ ഇന്നും അവളുടെ തുണികൾ കഴുകാറുണ്ട് എന്ന് പറയണം. അപ്പം ഇതെങ്ങനെ നമ്മൾ പറയാം? അപ്പം നമ്മളെങ്ങനെ പറയേണ്ടത്? അപ്പം
കഴുകുകയാണ് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വേർബിന് എടുത്തിട്ട് അതിൻ്റെ ഒപ്പം ING യൂസ് ചെയ്തത്. വേർബ് പ്ലസ് ING, അതാണ് വാഷ് പ്ലസ് ING വാഷിംഗ് എന്ന് വന്നത്. ഇത് നമ്മൾ പറയുന്നത് എന്താണ്? അവള് കഴുകാറുണ്ട് എന്നാണ് പറയുന്നത്. പതിവായി നടക്കുന്ന ഒരു കാര്യം, പക്ഷെ അത് ഇപ്പൊ നടക്കണമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഷീ വാഷസ് ഹെർ ക്ലോത്ത്സ് എവ്രി ഡേ. എങ്ങനെ പറഞ്ഞത്? ഷീ വാഷസ്. വാഷിംഗ് എന്ന് പറയേണ്ട ആവശ്യമില്ല ഈ ഒരു സിറ്റുവേഷനിൽ, കാരണം ആ ഒരു കാര്യം ഇപ്പൊ നടക്കണില്ല. അവള് പതിവായി ചെയ്യണ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ING യൂസ് ചെയ്യാൻ പാടില്ല വേർബിന്. അപ്പൊ എങ്ങനെ പറയാ? ഷീ വാഷസ് ഹെർ ക്ലോത്ത്സ് എവ്രി ഡേ. എല്ലാ ദിവസവും അവൾ അവളുടെ തുണികൾ കഴുകാറുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസ് വെച്ചിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അവൻ അവന്റെ വീട് വൃത്തിയാക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞ? ഹി ഈസ് ക്ലീനിങ് ഹിസ് ഹൗസ് എന്ന് പറഞ്ഞു. ഇനി ഇതേ സെന്റൻസ് എനിക്ക് പറയണം, അവൻ അവന്റെ വീട് ആഴ്ചയിൽ 2 വട്ടം വൃത്തിയാക്കാറുണ്ട് എന്ന് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഹി ക്ലീൻസ് ഹിസ് ഹൗസ് ട്വൈസ് എ വീക്ക്. ട്വൈസ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 വട്ടം അവൻ അവന്റെ വീട് വൃത്തിയാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി എന്താ പഠിച്ചത്? ഇല്ല, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, എന്നാൽ ഇപ്പം നടക്കണില്ല ആ കാര്യം, അങ്ങനെ ഒരു കാര്യത്തിന്, പതിവായി ചെയ്യണ ഒരു കാര്യത്തിന് നമ്മൾ വേർബിനെ ING യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് പറയണം, ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ് എന്ന് പറയണം. നമ്മൾ എങ്ങനെ പറയാ? വി ആർ പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞു. ഇനി ഇതേ സെന്റൻസ് നമുക്ക് പറയേണ്ടത്, ഞങ്ങൾ സാധാരണയായി ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞാണ് ഫുട്ബോൾ കളിക്കാറുള്ളത് എന്ന് പറയണം. അതെങ്ങനെ നമ്മൾ പറയാ? അപ്പോൾ ഇവിടെ സാധാരണയായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ സാധാരണ എന്നുള്ളതിന് വേർഡ് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? യൂഷ്വലി എന്നാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാ? വി യൂഷ്വലി പ്ലേ ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. ഇവിടെ പ്ലേ എന്ന് വെച്ചത് എന്തുകൊണ്ടാ? സാധാരണയായി ചെയ്യണ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പതിവായി ചെയ്യണ ഒരു പ്രവൃത്തിക്ക് നമുക്ക് എന്ത് വേണ്ട? വേർബിന് ING വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്ലേ എന്ന് വെച്ചത്. ഇനി നമുക്കൊരു എക്സാമ്പിളും കൂടി നോക്കാം. അവരൊരു സിനിമ കാണുകയാണ്. നമ്മളിങ്ങനെ പറയാ? ദേ ആർ വാച്ചിങ് എ മൂവി എന്ന് പറയാം. എ മൂവി എന്ന് വെച്ചത് എന്താ? ഒരു സിനിമയാണ് കാണണം. അപ്പോൾ എ മൂവി എന്ന് വെച്ചു. ഇനി നമുക്ക് പറയേണ്ടത്, അവർ എല്ലാ ബുധനാഴ്ചയുമാണ് സിനിമ കാണാറുള്ളത് എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയാ? ദേ വാച്ച് മൂവീസ് എവ്രി വെൻസ്ഡേ. എങ്ങനെ പറയാ? ദേ വാച്ച് മൂവീസ് എവ്രി വെൻസ്ഡേ എന്നാണ് പറയാ. ഇപ്പൊ നമുക്ക് മനസ്സിലായി സാധാരണയായി നടക്കണ, ഇപ്പോഴും നമ്മൾ സാധാരണയായിട്ട് നടക്കണ ഒരു കാര്യം, അതുപോലെ തന്നെ പതിവായി നടക്കണ ഒരു കാര്യം പറയുമ്പോൾ വേർബിന്റെ ഒപ്പം ING യൂസ് ചെയ്യണ്ട. ഇനി എനിക്ക് പറയണം, നോക്കൂ സൂര്യൻ അസ്തമിക്കുകയാണെന്ന് പറയണം. അതെങ്ങനെ നമ്മൾ പറയാ? ലുക്ക് സൺ ഇസ് സെറ്റിംഗ് ഡൗൺ. ഇതേ സെന്റൻസ് എനിക്ക് പറയണം, സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണെന്ന് പറയണം. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാ? സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? നമ്മളൊരു സയന്റിഫിക് ട്രൂത്ത്, അതായത് ഒരു പ്രപഞ്ച സത്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വേർബിന് ING യൂസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? പതിവായി നടക്കുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ പ്രപഞ്ച സത്യം പറയുമ്പോൾ അല്ലെങ്കിൽ സാധാരണയായി നടക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വേർബിന്റെ ഒപ്പം ING യൂസ് ചെയ്യില്ല. ഇനി നമ്മൾ പറയാൻ പോണത്, ചില വേർഡ്സ് ഉണ്ട്, ആ വേർഡ്സിന്റെ ഒപ്പം നമ്മൾ ING ഫോംസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫോംസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ആ വേർബ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഫീലിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർബാണ് ലൈക്ക്. നമ്മൾ ഒരിക്കലും ലൈക്കിംഗ് എന്ന് യൂസ് ചെയ്യില്ല. അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഷീ ലൈക്സ് കോഫി. അവൾക്ക് കാപ്പി ഇഷ്ടമാണ്. നമ്മളത് ഒരിക്കലും ഷീ ഈസ് ലൈക്കിംഗ് കോഫി എന്ന് ഒരിക്കലും പറയില്ല. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, ഐ ഹേറ്റ് കുക്കിംഗ്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ല. ഇതേ സെന്റൻസ് നമ്മൾ ഐ ആം ഹേറ്റിംഗ് കുക്കിംഗ് എന്ന് ഒരിക്കലും പറയില്ല. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾസ് കണ്ടില്ലേ? അതൊക്കെ നമ്മൾ ഫീലിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ ING യൂസ് ചെയ്യാത്തത്. ഇതുപോലെ തന്നെ തോട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സും ഉണ്ട് നമ്മൾ ING യൂസ് ചെയ്യാൻ പാടില്ലാത്തത്. ടു തിങ്ക്, ടു അണ്ടർസ്റ്റാൻഡ്, ടു നോ, ഈ വേർഡ്സിനൊന്നും നമ്മൾ ING യൂസ് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഷീ തിങ്സ് ഇറ്റ്സ് വണ്ടർഫുൾ. എന്താ പറഞ്ഞ? ഷീ തിങ്സ് ഇറ്റ്സ് വണ്ടർഫുൾ. ഇതിനെ നമ്മൾ ഒരിക്കലും ഷീ ഈസ് തിങ്കിങ് ഇറ്റ്സ് വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. അതുപോലെ തന്നെ വേറൊരു സെന്റൻസ്, ഹി അണ്ടർസ്റ്റാൻഡ്സ് മീ. ഹി അണ്ടർസ്റ്റാൻഡ്സ് മീ, അവിടെ നമ്മൾ ഹി ഈസ് അണ്ടർസ്റ്റാൻഡിങ് മീ എന്നും പറയില്ല, അതും റോങ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.